നാളത്തെ കേരള, നാളത്തെ കേരള, നാളത്തെ കേരള, നാളത്തെ കേരള. നാളെ നിങ്ങളെ ഭാഗ്യദേവത മാടി വിളിക്കുന്നു. ഹലോ, കേൾക്കാൻ ഞാൻ പറയുന്നതൊക്കെ അങ്ങോട്ട്. ഞാൻ പറയുന്ന പ്രകാരം അങ്ങോട്ട് ചെയ്യണം കേട്ടോ. അതിനെ പറ്റി അത് നടന്നില്ല ഇത് നടന്നില്ല എന്ന് പറയല്ലേ. ഒരു കാല് പൊക്കണം, ഏകപാതേന കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇടുക. ഓക്കെ. ആരെ നിക്കണോ പഠിപ്പിക്കുന്നത്? നിൽക്കുക പഠിപ്പിക്കുന്നു. കല്ലിടിയില്ലല്ലയോ? ആരുടെ കഞ്ഞിയില്? കണ്ണിലല്ലെന്ന്. തെക്കും പാടത്ത് മോഹന്റെ പുതിയ വരാടെ തറക്കല്ലിടിയില്ല. ഞാനാ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് പ്രകാരമാ അവൻ മാനം തോട്ടി കല്ലിടുന്നത്. അല്ലെങ്കിൽ അവർ ആ കല്ലെടുത്ത് അന്തരീക്ഷത്തിൽ കൊണ്ടിട്ടേനുമായിരുന്നു. അടിക്കാത്ത ലോട്ടറിയാണ്ട് നിന്ന് അടിക്കുന്ന അടി കേട്ടില്ലയോ? ആരാ ഇവിടുത്തെ മേശിരി? അവിടുത്തെ മേശിരി ഗോപാലൻ. പറ്റിയ ആളാ കിട്ടിയേക്കുന്നത്. തറക്കല്ലിടാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ തറയാ വിളിച്ചേക്കുന്നത്. അതിന്റെ തന്തയില്ലേ അത്? അയ്യോ, അതങ്ങാണങ്ങ് മറന്നു. പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്? ഒത്തിരി നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ട്. അതെ, ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചല്ല. രാവിലെ ഇറങ്ങിയപ്പോഴേ ചെരുപ്പ് ഈ റൂട്ടിൽ കിടക്കുന്ന കണ്ട് അതേ കയറി ഇഞ്ഞ് പോന്നു. ഓഹോ, അപ്പൊ ചെരുപ്പ് ചുമന്നോണ്ട് വന്നതാ. ആ അതെ ജ്യോതിഷ, നിങ്ങളുടെ ആ പെരിങ്ങാട്ട ജ്യോതിശാല അങ്ങ് നിർത്തിയോ? അത് പിന്നെ ഭക്തരുടെ ഭയങ്കര തിരക്ക് കാരണം ഞാനങ്ങ് നിർത്തിയതല്ലയോ. എന്നിട്ട് ഞാൻ അറിഞ്ഞ ഭാര്യമാരുടെ നിരക്കാണ് നിർത്തിയെന്നാണല്ലോ. ആളുടെ അനാവശ്യം പറഞ്ഞ ഭാര്യമാരെ തിരക്കാന്ന്. നാട്ടുകാർ പറഞ്ഞു ഇയാൾ 7 ഭാര്യമാരുണ്ടെന്ന്. നാട്ടുകാർ 7 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞു. നീ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എന്നെ പറ്റി നിനക്ക് അറിയാൻ പറഞ്ഞേട്ടാ. എന്നെ ശപിക്കരുതേ. 5 അതിൽ കൂടുതൽ എനിക്കില്ല. പിന്നെ ജ്യോതിഷ, വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തുവാ? ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയം. പുതിയ കണ്ടന്റ് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കേൾക്കട്ടെ. എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ? പരിഹാരം കാണാൻ ഭയങ്കര സംശയമാണ് നിന്നെ. ഇങ്ങോട്ടാന്നേ. ഡിജിറ്റൽ മന്ത്രമാണെന്നാ തോന്നുന്നത്. ഇനി അവള് നിന്നെ സംശയിക്കത്തില്ല. അയ്യോ, ഇത് എത്ര പെട്ടെന്ന് അങ്ങനെ മാറ്റി? എന്റെ വാട്സപ്പ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പെണ്ണുങ്ങളെ പോലും വെറുതെ പെടുത്തല്ലേ ഈ ചാറ്റ് മോൻ. ഞാൻ കിടക്കാൻ പോവാ. 10 മിനിറ്റ് കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ. വിളിക്കാം. നടന്നുകൊണ്ട് കോട്ടുവായ എന്താ മണികളാ പുറത്താ കിടന്നത്. സഞ്ചിക്കകത്ത് മണി ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താ കിടന്നത്. അയ്യോ, പൊട്ടിപ്പറിച്ച് പോയനെ എല്ലാം കൂടെ. നാളെയാണ് നാളത്തെ ഭാഗ്യവാൻ നിങ്ങളാണ്. എന്റെ എൻട്രിക്ക് നിങ്ങളെ മാടി വിളിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. അത് വേണ്ട, കുറെ അക്ഷരങ്ങളും ഉണ്ട്, അക്കങ്ങളും ഉണ്ട്. പുതിയ അറിവാണല്ലോ. പ്രൈസ് അടിച്ചിട്ടുണ്ടോ നോക്കാം. പ്രൈസോ? 358. ഒന്നുമില്ലയോ? എന്തൊരു കഷ്ടമാണെന്ന് പറ. കയ്യിലിരുന്ന പൈസ എല്ലാം കൊണ്ട് എടുത്തിട്ട് ലോട്ടറി എടുത്തിട്ട്. അത് കൊള്ളാമല്ലോ. ഞാൻ പഴയ വോളിബോളാ. ചുമ്മാ അല്ല കാറ്റ് പോയി ചൊക്കി ചുളുങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു ജോൺസിനെ അറിയാവോ? ആലിഞ്ചോട്ടി കിടക്കുന്നു. ആലിങ്കായാണോ? ആലിങ്കായല്ല, അതാണ്ട് ഈ കിടക്കുന്ന കുമാരൻ ചോദിച്ചാൽ. കുത്തിയിടാൻ ഞാൻ കുമാരൻ, അല്ലാതെ കുമ്പളങ്ങയല്ല. എന്നെ മനസ്സിലായോ? മനസ്സിലായി. ആരാ? നെറ്റിക്ക് കൈ വെക്കുന്ന ആളല്ലയോ? അപ്പൊ മറന്നു. എന്നെ മറന്നു. അയ്യോ, അങ്ങനെ മറക്കാൻ വേണ്ടി വയലപ്പള്ളിയുടെ കവിതയില്ലേ വന്ന് നിൽക്കുന്നത്. സൂക്ഷിച്ചൊന്ന് നോക്കിക്കാം. ഏതെങ്കിലും ഒരു ഫിഗറിൽ സ്റ്റില്ലടിച്ചിരിക്കോ. ഞാൻ പറയാം ആരാന്ന്. ഇനി സസ്പെൻസ് പൊളിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്താം. ഞാനാണ് ഡീക്കു. ദുൽഖർ സൽമാൻ മേക്ക് ഓവറിൽ വന്നിരിക്കുന്നുണ്ട്. പുതിയ പടത്തിന്റെ ഷൂട്ടാണ്. മമ്മൂക്ക എന്ത് ആരോടാ ചോദിക്കുന്നത്? ദുൽഖർ സൽമാൻ അല്ലേ ഡിക്യു എന്ന് പറഞ്ഞേ? അത് ഡീക്കു. ഞാൻ ദിവാകര കുറുപ്പ്. ഡീക്കു. എന്നെ അറിയത്തില്ല നിങ്ങൾക്ക്, ഇല്ലയോ? മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു ജോത്സ്യനെ തിരക്കി. എന്റെ ജാതകം എഴുതിയത് ജോത്സ്യനാ. ഞാനത് എഴുതിയത്. നിങ്ങളാ എഴുതിയത് വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ 89ാമത്തെ വയസ്സിൽ മരിക്കുമെന്നാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. സത്യം. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 89 വയസ്സും കഴിഞ്ഞ് 6 മാസവുമായി. പ്രേതമായി വന്നു. അയ്യോ, ഞാൻ മരിച്ചിട്ടില്ല. 89ാമത്തെ വയസ്സ് ഞാൻ മരിച്ചില്ലേ. ചിലപ്പോ നിങ്ങക്ക് റേറ്റിംഗ് ആണോ അതാ നീട്ടി കിട്ടിയത്? എന്തൊരു ചതിയാണോ ചെയ്തത്. ഞാൻ മരിച്ചില്ലേ. ചേട്ടാ, നീ എന്റെ കള്ളജാതകം എഴുതി വെച്ചിട്ട് ഇയാളെ തൊഴുതിട്ട് പറയടാ എന്നെ വെറുതെ വിടാൻ. ഇയാൾക്ക് അങ്ങ് തൊടരുതോ? എന്റെ കൈ കാണുന്നില്ലെന്ന്. വിടപ്പച്ച നല്ല കളറാണല്ലോ അത്. എന്തോന്ന് വിടപ്പച്ച? അതല്ല പച്ച. വിട്ട ഞാൻ പറയാം. കൊല്ലും ഞാനിവനെ. എന്റെ അപ്പച്ച 89ാമത്തെ വയസ്സ് മരിച്ചില്ലെന്നറിയുമ്പോ സന്തോഷിക്കുമല്ലോ വേണ്ടേ? ചേട്ടാ, ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഇവൻ 89ാമത്തെ വയസ്സ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിള്ളേർക്ക് എന്റെ സ്വത്തുവകളെല്ലാം ദാനം ചെയ്തു, ഇഷ്ടദാനം എഴുതി കൊടുത്തു. എനിക്കൊന്നുമില്ല. അപ്പൊ പിള്ളേർ ഞാൻ മരിക്കാത്തപ്പോ എന്നോട് മുടിഞ്ഞ ദേഷ്യം.
വാക്ക് പറഞ്ഞാൽ പാലിക്കണം, ആണുങ്ങളായ വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടേക്കോ. ഇനി മരിക്കാതെ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. എനിക്ക് ഇനി കിടപ്പാടമില്ല. ഞാൻ കടത്തുന്നതിലൊക്കെയാ കിടക്കുന്നത്. ഈ പുള്ളി ഒറ്റ എടുത്ത കാരണമല്ലോ ഞാൻ ഇത് അനുഭവിച്ചത്. ഞാൻ എഴുതിയ ജാതകം തെറ്റാണെങ്കിലേ ഞാൻ നോക്കട്ടെ. ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയെന്ന്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തന്നെയെന്ന് വേണ്ട, നോക്കൂ. മേരി കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തൊട്ടങ്ങപ്പുറത്തായിട്ട് പ്രകാശം ജനലീക്കട നോക്കും. 5-ാമത്തെ പേജ് പടമുണ്ട്. ഇടുപ്പ് മാറിപ്പോയത് കൊണ്ട് നടക്കുന്നത്. ഇതേ ഞാൻ കടത്തുന്നേലേ വിരിച്ച് കിടക്കാനാ. അത് വായിച്ചിട്ട് സൂചിച്ച് കിടക്കാനാണോ? ജാതകം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. അന്നത്തെ ഇളക്കത്തിന് ഞാൻ എഴുതി വെച്ചപ്പോ വായിക്കാനും അറിയത്തില്ല. ചുരുവിലാന്ന് എഴുതി വെച്ചേക്കുക. എന്താണ് നാളെ? ക്രിക്കറ്റാ. അപ്പൊ ബോളിന്റെ പ്രശ്നമായിരിക്കും. ക്രിക്കറ്റാന്ന് പറഞ്ഞേ. ക്രിക്കറ്റ് അല്ല, ഇത് ക്രിക്കറ്റാ. ക്രിക്കറ്റാ. ഞാൻ അങ്ങനെ കേട്ടെ. മീനം രാശിയിലാ ജനിക്കുന്നത്. ഞാനെന്തോ ആറ്റുവാളയുടെ കുഞ്ഞോ? അതെന്തോ മീനച്ചിലാറ്റിലാ ജനിച്ചെന്ന് പറഞ്ഞു. മീനച്ചിലാറ്റിലെന്നല്ല പറഞ്ഞേ. മീനം രാശിയിലാണ് നിങ്ങൾ ജനിക്കുന്നതെന്നാ പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. പിന്നെ 36-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഇയാൾക്കൊരു സംഭവം ഉണ്ടായി. എന്തുവായിരുന്നു? 37-ാമത്തെ വയസ്സ് തുടങ്ങി. കറക്റ്റ് ആയിരുന്നു. അന്ന് ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ ഫ്ലം കേക്ക് ഒക്കെ മുറിച്ചായിരുന്നു. ആരൊക്കെ മോത്തൊക്കെ വാരി തേച്ചെന്റെ. അത് ഉടക്കാഞ്ഞ് പോകുന്നതാണ് ഇത് കാണുന്നത്. ഇത് താടിയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 38 വയസ്സ് കഴിയുമ്പോഴത്തേന് കുഞ്ചൻ കൂടുമായിരുന്നു. കുഞ്ചൻ. അതോ പപ്പുവോ മാളയോ വല്ലോ ആയിരുന്നു? കുഞ്ചനല്ല, കുജൻ. കുജൻ കൂട്ടിയിട്ട് 46-ാമത്തെ വയസ്സിൽ, ഏകദേശം 46-ാമത്തെ വയസ്സിലൊക്കെ ആയപ്പോഴത്തേന് രാജയോഗമായിരുന്നു. അത് കറക്റ്റ് ആകും കേട്ടോ. കാരണം ഈ 46-ാമത്തെ വയസ്സ് ഞാൻ എവിടാന്നറിയാമോ? ബോംബെ. ഇപ്പോഴത്തെ മുംബൈ. കുഞ്ഞനെ കാട്ടി രാജ്യത്തിന്റെ സ്ഥലം കേട്ടോ ഇയാള്. ഞാനല്ലായിരുന്നു ബ്രിട്ടീഷ് രാജകുമാരിയുടെ ഗൺമാനല്ലായിരുന്നു ഞാൻ. കുമാരൻ കൂടി ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. എന്നാലും എന്നെയായിരുന്നു വിശ്വാസം. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ബ്രിട്ടീഷ് രാജാവും രാജകുമാരിയുടെ തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞ് എന്തുവാന്നറിയോ? മിസ്റ്റർ ദിവാകര കുറുപ്പ്, ഇത് മൊബൈലിൽ കിടപ്പുണ്ടോ? ഞാൻ നേരിട്ട് കേട്ടെ. എടാ, അങ്ങനെ രാജകീയമായിട്ട് കഴിഞ്ഞ എന്നെയാണല്ലോ നീ ഒറ്റ ഒരുത്ത കാരണം പെരുവഴിയിലായത്. ഓ, കടമ്പനാണ് പോകുന്നത്. മറ്റേ സ്ഥലത്തിന്റെ പേരെ ഇപ്പൊ പറഞ്ഞത്. അത് പോരുവഴി, ഇത് പെരുവഴി. നിങ്ങൾ കാരണം പെരുവിലായ മനുഷ്യനായി നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, റൂട്ട് മാറ്റി പിടിച്ചാലോ? റൂട്ട് മാറ്റി പിടിച്ചാൽ ക്ലൈമാക്സ് മാറ്റണ്ടായോ? കിറ്റിന്റെ കാര്യം എടുത്ത് പിന്നെ റൂട്ട് മാറ്റി പിടിച്ചാലോ? എങ്ങനെ? നമുക്ക് ഇയാളെ സെന്റി കയറി പിടിക്കാം. എന്നോ വർത്താനമാ നിങ്ങൾ ഈ പറയുന്നത്? ഉള്ള സെന്റ് എല്ലാം കൂടെ അയാൾ മക്കൾക്ക് എഴുതി കൊടുത്തു. അയാളുടെ പേരിൽ ഒരു സെന്റ് വസ്തു പോലും ഇല്ല. പിന്നെ അയാളെ 7 സെന്റ് കയറി പിടിക്കാനാ പറയാം. സെന്റിമെന്റിൽ കയറി പിടിക്കാമെന്ന്. ഇയാളോട് ഇയാളുടെ സങ്കടം ചോദിക്കുമ്പോൾ നമ്മൾ അയ്യോ അയ്യോ എന്ന് മറുപടി കൊടുക്കണം. അങ്ങനെ ഏതവന് സങ്കടം പറയുമ്പോൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിൽ കയറി ഞാൻ പിടിക്കും. അതേത് വാക്ക്? ഇപ്പൊ കേട്ടോ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ദ്രോഹം തങ്ങളോട് കാണിച്ചതില്ലയോ? ഒന്നും പറയണ്ട ജോത്സ്യരെ. ഞാൻ എന്റെ ആവുന്ന കാലത്ത് നാടും വിട്ട് വീടും വിട്ട് മറുനാട്ടിൽ കിടന്ന് പണിയെടുത്ത എന്റെ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത്. അയ്യോ അയ്യോ, അത്രയും വേണ്ട. അയ്യോ, അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിച്ചു. അവരെ ഊട്ടി. ഞാൻ ഉണ്ണത്തില്ല. അവരെ ഉടുപ്പിച്ചു. ഞാൻ ഉടുക്കത്തില്ല. അയ്യോ, ആ പിള്ളേരാണ് 89-ാമത്തെ വയസ്സിൽ ഞാൻ ചത്തില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടത്. അയ്യോ, ഞാൻ ആരെ കുറ്റം പറയുന്നില്ല. എല്ലാം എന്റെ ജാതകദോഷം. അപ്പൊ ഇയാൾ ജാതകദോഷമാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞു കേട്ടില്ലയോ, ഞാൻ എഴുതി വെച്ചാണെന്ന് ഇയാൾ ആവത്തില്ലെന്ന് പറഞ്ഞു. ആവുന്നൊക്കെ പറഞ്ഞോണ്ട്. ചേട്ടാ, നീ എഴുതി വെച്ചോണ്ടല്ലോ ഞാനിപ്പോ ഈ പരിപാടി ഒന്ന് നിക്കണ്ടേ? പിള്ളേരെ ഇറക്കി വിട്ടേനെ. ഞാൻ ചാവാത്തോ? എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്താ തെറ്റ്? 89 എന്നുള്ളത് 98 ആയിരുന്നു. അക്കം തിരുത്തി എഴുതി പോയതാ. ക്ഷമിക്കണം. തിരുത്തി എഴുതിപ്പോയാണോ? 98-ാമത്തെ വയസ്സിലെ താങ്കൾ മരിക്കത്തുള്ളൂ. അതിന് 98-ാമത്തെ വയസ്സിലെ മരിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തുവാ? 98-ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ഞാനൊരു വരവും ഞാൻ വരും. ഇതുപോലെ ചാവാൻ കൊതിയുള്ള ഒരു കളവനെ കണ്ടില്ലയോ? അല്ല, നമ്മുടെ മെയിൻ സ്ട്രൈക്ക് അതല്ലല്ലോ. പിന്നെന്തുവായിരുന്നു? ഈ 98 വയസ്സ് വരെ ഞാൻ എവിടെ ജീവിക്കും? പിള്ളേരെന്നെ ഇറക്കി വിട്ടേക്കും. അതെ, ഞാൻ ഇടപ്പള്ളിയിൽ ഡോർമെട്രി എടുത്തിട്ടുണ്ട്. എന്തിന്? ഇതുപോലെ ഞാൻ പ്രവചിച്ചിട്ട് ചാവാത്ത കുറെ ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അവിടെ വന്ന് കിടക്കാമോ? എടാ, വെള്ള ജോത്സ്യാ. അടിക്കടാ. ഓട്രിയോ? അല്ല, ഇടിക്കൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.